പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളുടെ വീട്ടിൽ ഇ.ഡി. പരിശോധന. എ. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, എൻ. വാസു തുടങ്ങിയവരുടെ വീടുകളിലടക്കം 21 ഇ.ഡി. പരിശോധന. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ വീട്ടിൽ ഇ.ഡിയുടെ പരിശോധന നടത്തുന്നു. എ. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, എൻ. വാസു തുടങ്ങിയവരുടെ വീടുകളിലടക്കം 21 ഇ.ഡിയുടെ പരിശോധന. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചെയ്യുന്നുണ്ട്. ആന്റണി, പ്രതികളുടെ വീട്ടിൽ ഇപ്പോൾ ഇ.ഡിയുടെ പരിശോധന നടക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇ.ഡി. കേസ് എടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പരിശോധനാ നടപടികളുമായി ഇ.ഡി. രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട രേഖകളടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് ഇ.ഡി. നടത്തുന്നത്. അല്പസമയം മുമ്പാണ് ഇ.ഡി. പരിശോധന വിവിധ കേന്ദ്രങ്ങളിൽ 21 കേന്ദ്രങ്ങളിലാണ്, കേരളത്തിനകത്തും പുറത്തുമായി 21 കേന്ദ്രങ്ങളിലാണ് ഇ.ഡിയുടെ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ ബംഗളൂരുവിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ എ. പത്മകുമാറിന്റെ പത്തനംതിട്ടയിലെ വീട്, അതുപോലെ തന്നെ എൻ. വാസു, ദേവസ്വം ബോർഡ് കമ്മീഷണറായ എൻ. വാസുവിന്റെ വീട്ടിലേക്കും ഇപ്പോൾ ഇ.ഡി. സംഘം എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടക ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ വീട്ടിലും അതുപോലെ തന്നെ ഗോവർദ്ധന്റെ റോത്തം ജ്വല്ലറിയിലും അടക്കം പരിശോധന നടക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ 21 കേന്ദ്രങ്ങളിലായി വിശദമായ പരിശോധനയാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇ.ഡി. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഈ കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അന്ന് കേസ് എടുത്തത്. അതിന് ഈ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ.ഡിയുടെ പരിശോധനാ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കേസെടുത്തതിന് ശേഷം ഇ.ഡി. ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തും. അതിന്റെ ഭാഗമായി കൂടിയാണ് ആ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ SIT അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം നേരത്തെ തന്നെ ഈ വീടുകളിലൊക്കെ ഈ SIT വിശദമായ പരിശോധന നടത്തിയിരുന്നതാണ്. തന്ത്രിയുടെ വീടുകളിലടക്കം SITയുടെ പരിശോധന ഒക്കെ നടന്നാണ്. ഏതായാലും ഇപ്പോൾ ഇ.ഡിയുടെ പരിശോധന വിവിധ കേന്ദ്രങ്ങളിലായി 21 കേന്ദ്രങ്ങളിലായി തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ പ്രതികളുടെ വീട്ടിലും ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ കമ്മീഷണർമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അതുപോലെ തന്നെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി, കർണാടകയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ എന്നിവരുടെ അടക്കം 21 കേന്ദ്രങ്ങളിൽ ഇ.ഡിയുടെ പരിശോധന നടക്കുകയാണ്. ഏതായാലും നിർണായകമായൊരു നീക്കമാണ് ഇപ്പോൾ ഇ.ഡി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളുടെ വീട്ടിൽ ഇ.ഡിയുടെ പരിശോധന നടക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. എ. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, എൻ. വാസു തുടങ്ങിയവരുടെയൊക്കെ വീടുകളടക്കം 21 ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നത്. അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് ശബരിമല സന്നിധാനത്തും പരിശോധന നടത്തും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജ് ആണ്.